തെങ്കാശിക്ക് പോകുന്ന വഴി ആദ്യം കാണുന്ന ചെറിയൊരു നഗരമാണ് സെങ്കോട്ടൈ. രാവിലെ 10 മണിയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നത് കേട്ടോ. പതിവ് പോലെ തന്നെ സെങ്കോട്ടൈ നഗരം അങ്ങനെ ആക്റ്റീവാണ്. സ്കൂൾ കുട്ടികളായിട്ടും ജോലിക്ക് പോകുന്നവരായിട്ടും കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് പോകുന്നവരായിട്ടും കേരളത്തിലെ ഒരു സാധാരണ പട്ടണം പോലെ തന്നെ ഭൂരിഭാഗം ആളുകളും യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ തന്നെയാണ്. നമ്മൾ അങ്ങനെ തെങ്കാശിയുടെ നഗരത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വണ്ടി നിർത്തി കേട്ടോ. തെങ്കാശിയുടെ ഒരു ഐഡന്റിറ്റിയാണ് കാശി വിശ്വനാഥ ടെമ്പിൾ. അത് കണ്ടുപിടിക്കണം എന്നുള്ള ടെൻഷൻ അങ്ങ് മാറി കിട്ടി. കാരണം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ ആ ഒരു വലിയ ഗോപുരം കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തെ ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത്. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ശിവനും പാർവതിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ ദൈവിക വിശ്വാസത്തിലും ആരാധനയിലും ഒക്കെ തമിഴ് മക്കള് നമ്മളെക്കാൾ ഒരു 3 പടിയെങ്കിലും മുകളിലാണെന്ന് വേണം പറയാനായിട്ട്. പാണ്ഡ്യ രാജാക്കന്മാര് 13-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഇതിന്റെ വലിയ ഗോപുരം തന്നെയാണ്. അത്ഭുതം തോന്നിപ്പോകുന്ന ഒരു നിർമ്മിതിയാണ്. എന്താ അല്ലേ ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു നിർമ്മാണ വൈഭവം. കാരണം അതിന്റെ 100% പോലും നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പുരാതന കാലങ്ങളിൽ അവരുടെ ഉൾക്കാഴ്ചയുടെ ബലമാണ് നമുക്ക് ഓടി നടന്ന് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇതുപോലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാത്തത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അവരന്നത്തെ കാലത്ത് അത്ഭുതങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആഡംബരത്തിന് വേണ്ടി ചിലവഴിക്കുന്നു. ഈ അത്ഭുതങ്ങളൊക്കെ നേരിട്ട് കാണാനായിട്ട് നമ്മൾ യാത്രകൾ തന്നെ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പയർ ആവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.